ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതായത് 7th ഡേ. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മുഖത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചു തന്ന പൂച്ചക്കുട്ടന്മാരവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ കൂട്ടത്തിലേരും വന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്നു. ഞാൻ പിന്നെ ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഡ്യൂട്ടിക്ക് കയറി. നാളെ ഓഫ് എന്നുള്ള ഒരു മൈൻഡിലാണ് ഒന്ന് ഡ്യൂട്ടിക്ക് കയറുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോഴും നിങ്ങളെ കണ്ടിട്ട് നല്ല പോലല്ലേ നെയ്ഞ്ചലാണ് താരം ഡോറ് തുറക്കുകയും ചിലത്തേക്കും ലേറ്റോ വേസ്റ്റ് ചെയ്യില്ല, വേഗം തുറക്കുകയും അവിടെ ഇത് എന്നീ പിള്ളേരുടെ മൂടുള്ള കാണും. ഞങ്ങൾ ഈ നൈറ്റിലെ വിശേഷങ്ങൾ മുഴുവൻ ഓരോ കാര്യങ്ങളും ഓരോ സന്തോഷങ്ങളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നു. രാവിലത്തെ ഡ്യൂട്ടിക്കാർ ഓൾറെഡി ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്യൂട്ടിക്ക് കയറാനുള്ള ഒരു ക്യാൻറ്റീനിലുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. ഇന്നലത്തെ മണിച്ചേട്ടൻ പറഞ്ഞു ലാസ്റ്റാണ് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് കഴിയലും വർത്തമാനം പറച്ചിലൊക്കെ. 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് കത്തിവെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ച് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഞങ്ങൾക്ക് 2 പേർക്കാണ് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നൈറ്റ് ഓഫ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഇനി നൈറ്റ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ദുബായിക്ക് പറഞ്ഞു ഞങ്ങളുടെ നൈറ്റ് കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നൈറ്റ് കഴിഞ്ഞു എന്ന് എല്ലാവർക്കും പറയുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടി ഇത്രയും നേരം ഉണ്ടല്ലോ. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. പിന്നെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളായി നേരെ ഹോസ്റ്റലിലേക്ക് എത്തി. ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് അറിയണത് ഇവിടെ 2 പേര് റൂമിലുണ്ടായിരുന്നു, എൻ്റെ റൂംമേറ്റ്സ്. അവർക്കാണെങ്കിൽ ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ല, മൊബൈലിൽ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നെറ്റൊക്കെ ഓണാക്കി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴാണ് കാണുന്നത് KSRTC ബസ്സിൻ്റെ ഉദ്ഘാടനം അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോഴാണ് എനിക്ക് ഞാൻ KSRTC ബസ്സിലാണ് പോകണേട്ടാ. വരുന്നതും പോണതൊക്കെ KSRTCയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏത് ബസ്സാണോ കിട്ടുക അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് നോർമൽ നമ്മുടെ ബസ് തന്നെ കിട്ടി. എനിക്ക് സൂപ്പർ ഫാസ്റ്റ് പോകുന്നതാണ് ഇഷ്ടം. കാരണം ഡയറക്റ്റ് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ചാലക്കുടി വരെ പോകാമല്ലോ. അപ്പോൾ ഇനി ഏത് ബസ്സാണോ ഈ നേരത്തെ കിട്ടുകയെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വേഗം റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴും ഈ ചെടി കണ്ടായിരുന്നു. ഈ ഒരു പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയുള്ള പൂവ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തത്തിൽ നടന്നു. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യാറില്ല. എനിക്ക് തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്. സബ്വേ ഉള്ളതുകൊണ്ട് മോർണിംഗ് ടൈമിലൊന്നും പ്രശ്നമില്ല. എന്നാലും എനിക്ക് തന്നെയാണെങ്കിൽ സബ്വേ കൂടെ പോകാനായിട്ട് ഇച്ചിരി പേടിയാണ്. എന്നാലും ഞാൻ അങ്ങനെ പോയി. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ സബ്വേ. അപ്പോൾ അതിൽ കൂടെ കയറി അങ്ങനെ ബസ് കിട്ടി. ബസ് കയറി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിന്നുവിൻ്റെ കലവിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് ഞാൻ നൈറ്റ് ഓഫും കൂടിയാണല്ലോ. ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. ഇതാണ് എൻ്റെ ലാസ്റ്റ് നൈറ്റിലെ വിശേഷങ്ങൾ. ഈ കലവില കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഓടി വരുന്നത്. ഇനിയിപ്പോൾ 1-2 ഞാൻ വരും ഇവിടെ.